ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. ഇന്ന് നമ്മൾക്കൊരു ബ്രെഡ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നോക്കാം. ഹോം മെയ്ഡ് ബ്രെഡ്. ബ്രെഡിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. 1 കപ്പ് പ്ലസ് 3 ടേബിൾ സ്പൂൺ പാല്. ഈ പാലിൻ്റെ ടെമ്പറേച്ചർ ശ്രദ്ധിക്കണം. 105 മുതൽ 110 ഫാരൻഹൈറ്റ് ഡിഗ്രി വരെ ആയിരിക്കണം ഈസ്റ്റ് പ്രൂവ് ചെയ്യാൻ. 2 ടീസ്പൂൺ ഈസ്റ്റ് വേണം. കൂടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം, അല്ലെങ്കിൽ ഹണി ആകാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ബട്ടറിൻ്റെ ആവശ്യമില്ല. ഒലിവ് ഓയിൽ വളരെ ഹെൽത്തിയാണ്, ചുവയ്ക്കത്തൊന്നുമില്ല. 1 ടീസ്പൂൺ ഉപ്പ് എടുക്കുക. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. ബ്രെഡിന് ആവശ്യമായ മൈദ അളന്നെടുക്കാം. 420 ഗ്രാം അല്ലെങ്കിൽ 3/4 കപ്പ് മൈദ നമുക്ക് അളന്നെടുക്കാം. ഇത് നമുക്ക് ഒരു സ്റ്റാൻഡ് മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് പൊങ്ങി വന്ന ഈസ്റ്റ് മിക്സറും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മാവെല്ലാം നല്ലവണ്ണം കുഴഞ്ഞ് പാനിൻ്റെ സൈഡിൽ നിന്ന് വിട്ടു വരുന്നിടം വരെ നമുക്കിത് നല്ലവണ്ണം കുഴച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രൂവ് ചെയ്യാനായിട്ട് വെക്കാം. എണ്ണയോ ബട്ടറോ കൊണ്ട് മയം പുരട്ടിയ ഒരു ഗ്ലാസ് പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. ഇത് ഫ്ലിംഗ് റാപ്പ് കൊണ്ട് നമുക്ക് അടച്ച് മൂടി ഒരു 1 മുതൽ 2 മണിക്കൂർ വരെ വെക്കാം. നമ്മുടെ കിച്ചൻ്റെ ടെമ്പറേച്ചർ പോലെ ഇരിക്കും ഇത് പൊങ്ങുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് ലോഫ് പാൻ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ അടിയിൽ ഒരു ലൈനറും കൂടി ഇട്ട് കൊടുക്കാം. ബട്ടർ തേച്ചിട്ട് നല്ലവണ്ണം ബ്രഷ് കൊണ്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു ലൈനറോട് കട്ട് ചെയ്ത് ഇതിൻ്റെ അടിയിലിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ബ്രെഡിൻ്റെ ഡോ എല്ലാം നല്ലവണ്ണം പ്രൂഫായി വന്നിട്ടുണ്ട്, നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. 1 മണിക്കൂറോ 1.5 മണിക്കൂർ എടുത്ത് എനിക്കിത് പൊങ്ങി വരാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഇത് പഞ്ച് ചെയ്ത് അതിൻ്റെ എയർ ബബിൾസ് എല്ലാം റിലീസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ച് നമുക്ക് ഇനി ഇത് പരത്തിയെടുക്കാം. ഒരു ഫ്ലവറൊക്കെ ഇട്ട് ഒരു ബോർഡിലേക്ക് ഇത് വെച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് ആദ്യം എയർ ബബിൾസൊക്കെ പതുക്കെ നമുക്ക് റിലീസ് ചെയ്തിട്ട് ഇതൊന്ന് ആ പാനിൻ്റെ സൈസിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് റോൾ ചെയ്ത് ടൈറ്റായിട്ട് റോൾ ചെയ്ത് നമുക്കിത് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ഒരു 9/5 ഇഞ്ച് പാനാണ്, ലോഫ് പാനാണ്. അപ്പോൾ അതിൻ്റെ സൈസിൽ നമുക്കിത് റോൾ ചെയ്ത് എടുക്കാം. സൈഡെല്ലാം ടക്ക് ചെയ്ത് കൊടുത്ത് നല്ലവണ്ണം ടൈറ്റായിട്ട് റോൾ ചെയ്ത് അറ്റം വരുമ്പോൾ നല്ലവണ്ണം പിഞ്ച് ചെയ്ത് ഫേംലി പിഞ്ച് ചെയ്ത് അത് ഒന്നിച്ചാക്കിയിട്ട് നമുക്ക് അത് തിരിച്ചു വെച്ച് പിഞ്ച് ചെയ്ത് ആ സൈഡ് അടിയിൽ വരത്തക്കോണം തിരിച്ചു വെച്ച് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പാനിലിരുന്ന് വീണ്ടും 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പ്രൂവ് ചെയ്യാനായിട്ട് വെക്കണം. ഇതുപോലെ തുണി വെച്ച് അടച്ച് വെക്കണം. അപ്പോൾ അത് വീണ്ടും പൊങ്ങും. ഈ സമയം നമുക്ക് നമ്മുടെ അവൻ പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. 350 ഫാരൻഹൈറ്റിലേക്ക് പ്രീ ഹീറ്റ് ചെയ്യണം. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇത് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 20 മിനിറ്റ്സ് അവനിൽ വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 20 to 22 മിനിറ്റ്സ് മതി ഇത് ബേക്കായി വരാൻ. നോക്കിയേ, ഇപ്പോൾ ഇവിടെ ഗോൾഡൻ ലോഫ് ബ്രെഡ് ബേക്കായി വന്നിട്ടുണ്ട്. വീട് മുഴുവൻ ബ്രെഡിൻ്റെ മണമാണ്. ഒരു ബേക്കറി കയറിയ പോലെ വളരെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അരോമയാണ് വരുന്നത്. നമുക്കിത് എത്രയും പെട്ടെന്ന് ഡീമോൾഡ് ചെയ്യാം. കാര്യം ഇതിൻ്റെ സ്റ്റീം വന്നിട്ട് അതിൻ്റെ അടിയിലും സൈഡിലും ഒക്കെ സോക്കായി പോകാൻ സാധ്യതയുണ്ട്. സോ എത്രയും പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തിട്ട് ഒരു വയറാക്കി വെച്ച് നമുക്കിത് കൂൾ ചെയ്യാൻ അനുവദിക്കാം. കൂൾ ചെയ്തതിന് ശേഷം മാത്രം മുറിച്ചാൽ മതി. ഇത് ബ്രെഡ് ചൂടായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പുറത്ത് ഒരു ബട്ടർ സ്റ്റിക്ക് കൊണ്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ടൊരു ബ്രഷ് കൊണ്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി. ഇത് ബ്രെഡിൻ്റെ ക്രസ്റ്റ് സോഫ്റ്റ് ആയിരിക്കാനും ഫ്രേഗ്രൻ്റ് ആയിരിക്കാനും സഹായിക്കും.
ഇപ്പോൾ ബ്രെഡൊക്കെ തണുത്തിട്ടുണ്ട്, നമുക്ക് സ്ലൈസ് ചെയ്യാം. ഇത് നോക്കി, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇത് സാൻഡ്വിച്ചിനും നിങ്ങളുടെ ടോസ്റ്റിനും എല്ലാത്തിനും പറ്റിയ നല്ല ഒരു ബ്രെഡാണ്. ഇതിനകത്ത് മുട്ടയില്ല, ബട്ടറില്ല. സോ ഇറ്റ്സ് റിയലി ഹെൽത്തി. അത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ബിഗിനേഴ്സൊക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഈസിയാണ്, സിമ്പിളാണ്. നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് സോഫ്റ്റായ ബ്രെഡ് കിട്ടുകയും ചെയ്യും. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ അഡിറ്റീവ്സോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇതിലില്ല. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ലോഫാണ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് വഴി എന്നെ അറിയിക്കാൻ മടിക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തവരോട് എ ബിഗ് താങ്ക് യു ടു യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. Keep watching Sara's Herbs and Spices. Have a good day.